ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ദ നെക്ലേസ് എന്ന് പറയുന്ന ലെസനാണ്. മെറ്റിൽഡ എന്ന് പറയുന്നൊരു ലേഡിയാണ് ഈ സ്റ്റോറിക്കകത്ത് സെൻട്രൽ ക്യാരക്ടർ. വളരെ ഗ്രീഡി ആയിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ. അപ്പോൾ അവരുടെ ആ ഒരു ഗ്രീഡിനെസ് കൊണ്ട് അവരുടെ ലൈഫിലുണ്ടാകുന്ന ഒരു പ്രത്യേക ഇൻസിഡൻറ്റും അതുകൊണ്ട് അവരുടെ ലൈഫിലുണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെയാണ് നമുക്ക് നെക്ലേസ് എന്ന് പറയുന്ന ലെസണിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നോക്കാം. She was one of those pretty young ladies born as if through an error of destiny into a family of clerks. അപ്പോൾ നമ്മുടെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്ന മെറ്റിൽഡയെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ അവർ വളരെ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. അവർ ജനിച്ചു വീണത് ഒരു എറർ ഓഫ് ഡെസ്റ്റിനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിധിക്ക് വിപരീതമായിട്ട്. സാധാരണ അത്രയും അവർ ജീവിക്കേണ്ടിയിരുന്നത് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയിലായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിധി തെറ്റി വന്നിട്ട് അവർ ജനിച്ചത് ഒരു ഫാമിലി ഓഫ് ക്ലർക്സിലാണ്. എന്ന് വെച്ചാൽ വളരെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ്. ക്ലർക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസിലൊക്കെ സാധാരണ ജോലികളൊക്കെ ചെയ്യുന്ന ഈ ഗുമസ്തപ്പണിയൊക്കെ ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് അവളിങ്ങനെ വിധി തെറ്റി വന്ന് ജനിച്ചത്. She had no dowry, no hopes, no means of becoming non-loved and married by a man either rich or distinguished. അപ്പോൾ അവൾക്ക് നോ ഡൗറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫാമിലി ആയിട്ടുള്ള എന്തെങ്കിലും ധനം, പാരൻ്റൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അങ്ങനെയൊന്നും തന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. നോ ഹോപ്സ്, ഒരു ഹോപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. നോ മീൻസ് ഓഫ് ബിക്കമിങ് നോൺ ലവ്ഡ് ആൻഡ് മാരീഡ് ബൈ മാൻ, ഐദർ റിച്ച് ഓർ ഡിസ്റ്റിങ്വിഷ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിച്ച് ആയിട്ടുള്ളതോ ഡിസ്റ്റിങ്വിഷ്ഡ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളൊന്നും അവളെ കല്യാണം കഴിക്കും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഷീ അലൗഡ് ഹെർ സെൽഫ് ടു മാരി എ പെറ്റി ക്ലർക്ക് ഇൻ ദ ഓഫീസ് ഓഫ് ദ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ. അങ്ങനെ അവൾ കല്യാണം കഴിച്ചത് അവൾ ആ വിചാരിച്ചിരുന്ന പോലെ തന്നെ അവൾ വിവാഹം കഴിച്ചതും ഒരു സാധാരണ ഒരു ക്ലർക്കിനെ തന്നെയാണ്. ഒരു ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധാരണ ഒരു ക്ലർക്കിനെയാണ് അവൾ കല്യാണം കഴിച്ചത്. ഷി വാസ് സിമ്പിൾ ബട്ട് ഷി വാസ് അൺഹാപ്പി. വളരെ സിമ്പിളായിരുന്നു, അതേസമയം തന്നെ അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവൾ വളരെയധികം അൺഹാപ്പി ആയിരുന്നു. ആ ഒരു ലൈഫിലൊന്നും അവളൊട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. She suffered incessantly, feeling herself born for all delicacies and luxuries. Incessantly എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റൻ്റ്ലി, ഓൾവേസ്. ഫീലിംഗ് herself born for all delicacies and luxuries. അപ്പോൾ അവളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നൊരു തോട്ട് അവൾ ജനിച്ചത് എല്ലാ ഡെലിക്കസീസും, എല്ലാ ഭയങ്കര ഫൈൻ ആയിട്ടുള്ള കാര്യങ്ങൾക്കും ലക്ഷറീസ് വളരെ ആഡംബരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ ജീവിക്കാനാണ് അവൾ ജനിച്ചതെന്നുള്ള ആ ഒരു തോട്ട് അവൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഷീ സഫേർഡ് ഫ്രം ദ പോവർട്ടി ഓഫ് ഹെർ അപ്പാർട്ട്മെൻറ്റ്, ദ ഷാബി വാൾസ് ആൻഡ് ദ വോൺ ചെയർസ്. അപ്പോൾ അവൾ താമസിച്ചിരുന്ന ആ ഒരു അപ്പാർട്ട്മെൻറ്റ്, ആ ഒരു ഫ്ലാറ്റ് ആ ഒരു പോവേർട്ടി, ആ ദാരിദ്ര്യം നിറഞ്ഞ ആ ഒരു അന്തരീക്ഷം, ദ ഷാബി വോൾസ്, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സാധാരണ അപ്പാർട്ട്മെൻ്റ് ഒക്കെ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു വളരെ പുവർ ആയിട്ടുള്ള ആ ഒരു ചുമരുകൾ, വോൺ ചെയർസ് എന്ന് വെച്ചാൽ ഒത്തിരി യൂസ് ചെയ്ത് പഴകിയ ഫേർണിച്ചേഴ്സ്, അതൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനിടയിലൊക്കെ അവൾ ഒരുപാട് സഫർ ചെയ്തിരുന്നു. ഓൾ ദീസ് തിങ്സ് ടോർച്ചേർഡ് ആൻഡ് ആങ്കേർഡ് ഹെർ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ അവളെ ഇങ്ങനെ മാനസികമായിട്ട് പീഡിപ്പിക്കുകയും അവളെ ദേഷ്യം വരുത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ ലൈഫിൽ അവൾ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. When she seated herself for dinner opposite her husband, who uncovered the tureen with a delighted air, saying, "Oh, the good pot pie! I know nothing better than that." അപ്പോൾ അവൾ ചില സമയങ്ങളിൽ ഡിന്നർ കഴിക്കാനൊക്കെ ഹസ്ബൻഡിൻ്റെ കൂടെ പുറത്ത് പോകുമ്പോൾ ട്യൂറിൻ എന്ന് പറയുന്നത് ഒരു ഡിഷാണ്, അതിങ്ങനെ അൺകവർ ചെയ്യുക, ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഡിലൈറ്റഡ് എയർ എന്ന് വെച്ചാൽ നല്ല സ്മെല്ല്, നല്ലൊരു ഡിഷ് കറിയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് വരും. അപ്പോൾ അവൾ പറയും, "ഓ ഗുഡ് പോട്ട് പൈ" എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോട്ട് പൈ എന്ന് വെച്ചാൽ നല്ല ഫുഡ്, ഓ നല്ല ഭക്ഷണം, ഐ നോ നത്തിങ് ബെറ്റർ ദാൻ ദാറ്റ്, എനിക്ക് ഇതിനേക്കാളും നല്ലതൊന്നും അറിയില്ല എന്നൊക്കെ അവളിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറയും. ഷീ വുഡ് തിങ്ക് ഓഫ് എലഗൻറ്റ് ഡിന്നേഴ്സ് ഓഫ് ഷൈനിങ് സിൽവർ, ഷീ തോട്ട് ഓഫ് ദ എക്വിസിറ്റ് ഫുഡ് സെർവ്ഡ് ഇൻ ദ മാർവലസ് ഡിഷസ്. അപ്പോൾ അവളെപ്പോഴും ചിന്തിക്കുന്നത് ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഡിന്നേഴ്സും അതിങ്ങനെ ഷൈനിങ് സിൽവർ അങ്ങനത്തെ പ്ലേറ്റ്സിലൊക്കെ കൊടുക്കുന്ന ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ഡിന്നേഴ്സ്. ഷീ തോട്ട് ഓഫ് ദ എക്വിസിറ്റ് ഫുഡ് സെർവ്ഡ് ഇൻ മാർവലസ് ഡിഷസ്. ഭയങ്കര മാർവലസ് ഡിഷസ് എന്ന് വെച്ചാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാത്രങ്ങളിലൊക്കെ പകർത്തിയെടുക്കുന്ന എക്വിസിറ്റ്, വളരെ രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് അവൾ എപ്പോഴും ചിന്തിച്ചിരുന്നത്. ഷീ ഹാഡ് നൈദർ ഫ്രോക്സ് നോർ ജ്വൽസ്, നത്തിങ്. അവൾക്ക് അങ്ങനെ ഫ്രോക്സ്, നല്ല ഗൗൺസോ അല്ലെങ്കിൽ നല്ല ജ്വൽസ്, നല്ല ആഭരണങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഷീ ലവ്ഡ് ഓൺലി ദോസ് തിങ്സ്. പക്ഷെ അവൾക്കാകട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ഇഷ്ടമായിരുന്നു. അപ്പോൾ ആഡംബര ജീവിതം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു മെറ്റിൽഡ. She had a rich friend, a schoolmate at the convent, who should not like to visit. She suffered so much when she returned. അപ്പോൾ അവൾക്കൊരു റിച്ച് ആയിട്ടുള്ള ഫ്രണ്ട് ഉണ്ടായിരുന്നു, സ്കൂളിൽ അവളുടെ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ അവിടെ അവൾ അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് പോകാറൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം തിരിച്ചു വരുമ്പോഴത്തേക്കും അവൾ ഒത്തിരി സഫർ ചെയ്തിട്ടുണ്ട്. കാരണം അവളുടെ ആ ഒരു റിച്ച് ആയിട്ടുള്ള ലൈഫും അതൊക്കെ കാണുമ്പോൾ സ്വന്തമായിട്ടൊരു കോംപ്ലക്സ് ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ ഇങ്ങനെ പോയി വിസിറ്റ് ചെയ്യാനൊന്നും ഇവൾ അത്ര താല്പര്യപ്പെട്ടിരുന്നില്ല.
ഷീ വെപ്റ്റ് ഫോർ ഹോൾ ഡേയ്സ് ഫ്രം despair ആൻഡ് ഡിസപ്പോയിൻമെൻറ്റ്. അപ്പോൾ അവിടെ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവൻ അവളിങ്ങനെ ആ ഒരു ഡെസ്പറേറ്റ് ഫീലിങ്ങിൽ, ഭയങ്കര നിരാശയിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. One evening, her husband returned, elated, bearing in his hand a large envelope. അപ്പോൾ ഒരു വൈകുന്നേരം അവളുടെ ഹസ്ബൻഡ് വന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. റിട്ടേൺ ഇലേറ്റഡ് ബെയറിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇലേറ്റഡ് എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി ആയിട്ട്, ബെയറിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റൈൽ, ഒരു പ്രത്യേക സ്റ്റൈൽ, നമുക്ക് സന്തോഷം വരുമ്പോൾ ഒരു ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നടന്നു വരില്ലേ, അതിനെയാണ് ഇലേറ്റഡ് ബെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ തുള്ളിച്ചാടി വരുന്നുണ്ടായിരുന്നു. ഇൻ ഹിസ് ഹാൻഡ് എ ലാർജ് എന്നുള്ളത്, അപ്പോൾ കയ്യിൽ വലിയൊരു കവർ ഉണ്ടായിരുന്നു. ഹിയർ ഹി സെഡ്, ഹിയർ ഈസ് സംതിങ് ഫോർ യു. ഇപ്പോൾ വൈഫിൻ്റെ അടുത്ത് പറയാണ്, ഇതിൽ നിനക്കുള്ള ഒരു കാര്യമുണ്ട്. ഷീ ക്വിക്ലി ഡ്രൂ ഔട്ട് എ പ്രിൻറ്റഡ് കാർഡ് ഓൺ വിച്ച് വർ ഇൻസ്ക്രൈബ് ദീസ് വേർഡ്സ്. അപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ എൻവലപ്പ് തുറന്നപ്പോൾ അതിനകത്ത് ഒരു പ്രിൻറ്റഡ് കാർഡ് ഉണ്ടായിരുന്നു. അതിനകത്തുണ്ടായിരുന്ന വേർഡ്സ് ഇതൊക്കെയായിരുന്നു. The Minister of Public Instruction and Madame George Rampenou asked the honor of Mr. and MME Loisel's company Monday evening, January 18th at the minister's residence. അപ്പോൾ അതൊരു ഇൻവിറ്റേഷൻ കാർഡായിരുന്നു ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാനായിട്ട്. ഇൻവൈറ്റ് ചെയ്തത് പബ്ലിക് ഇൻസ്ട്രക്ഷൻ്റെ മിനിസ്റ്ററും പിന്നെ ഒരു മാഡം ജോർജ് റാംപെനു ആണ്. അവരാണ് ഇവരെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. മിസ്റ്റർ ആൻഡ് MM എന്ന് വെച്ചാൽ മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്ന് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഒക്കെ വെക്കില്ലേ കാർഡ്സിൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. MM എന്നുള്ളത് മെഡാം എന്നുള്ളതിൻ്റെ തന്നെ ഷോർട്ട് ഫോം ആണ്. അപ്പോൾ ലോയ്സൽ എന്നാണ് മെറ്റിൽഡയുടെ ഹസ്ബൻഡിൻ്റെ പേര്. അപ്പോൾ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ലോയ്സലിനെ അവർ ഇങ്ങനെ ഒരു ഈവനിങ് ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. January 18th മിനിസ്റ്ററുടെ റെസിഡൻസ് പ്ലേസിൽ വെച്ചിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നത്. Instead of being delighted, as her husband had hoped, she threw the invitation spitefully upon the table, murmuring, "What do you suppose I want with that?" അപ്പോൾ ഹസ്ബൻഡ് വിചാരിച്ചത് ഈ ഒരു ഇൻവിറ്റേഷൻ കാണുമ്പോൾ വൈഫ് ഭയങ്കര സന്തോഷവതിയാവുമെന്നാണ്. പക്ഷേ അയാൾ വിചാരിച്ച പോലെയല്ല, ഒട്ടും ഇൻസ്റ്റെഡ് ഓഫ് ബീങ് ഡിലൈറ്റഡ്, ഒരു സന്തോഷിക്കുന്നതിന് പകരം ഹസ്ബൻഡ് വിചാരിച്ചത് അവൾ വളരെയധികം ഡിലൈറ്റ്ഫുൾ ആവും ഇത് കാണുമ്പോഴെന്നാണ്. പക്ഷെ അതിന് പകരം ഷീ ത്രൂ ദ ഇൻവിറ്റേഷൻ സ്പൈറ്റ്ഫുള്ളി അപ്പോൺ ദ ടേബിൾ മർമറിങ്. സ്പൈറ്റ്ഫുള്ളി എന്ന് വെച്ചാൽ വളരെ ആംഗ്രിലി, ഭയങ്കര ദേഷ്യത്തോടെ ഇൻവിറ്റേഷൻ ഇങ്ങനെ ടേബിളിൽ വലിച്ചെറിഞ്ഞിട്ട് മർമറിങ്, ഇങ്ങനെ പിറുപിറുത്തു. വാട്ട് യു സപ്പോസ് ഐ വോണ്ട് വിത്ത് ദാറ്റ്, ഇതിന് ഞാൻ എന്ത് ചെയ്യാനാ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് മൈ ഡിയറി, ഐ തോട്ട് ഇറ്റ് വുഡ് മേക്ക് യു ഹാപ്പി. അപ്പോൾ ഹസ്ബൻഡ് പറയാണ്, പക്ഷേ ഞാൻ വിചാരിച്ചത് നീ ഇത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആവുമെന്നാണ്. യു നെവർ ഗോ ഔട്ട് ആൻഡ് ദിസ് ഈസ് എൻ ഒക്കേഷൻ ആൻഡ് എ ഫൈൻ വൺ. നീ അധികം ഒന്നും പുറത്തു പോകാറില്ല, അപ്പോൾ ഇത് വളരെ നല്ലൊരു ഒക്കേഷനാണ് നമുക്കിങ്ങനെ പുറത്തു പോകാനൊക്കെ. എവ്രിബഡി വിഷസ് വൺ ആൻഡ് ഇറ്റ് ഈസ് വെരി സെലക്ട്, നോട്ട് മെനി ആർ ഗിവൻ ടു എംപ്ലോയീസ്. അപ്പോൾ ഇത് എന്താണ്, വളരെ സെലക്ട് ചെയ്തിട്ടാണ് ഈ ഫംഗ്ഷനിലോട്ട് ആളുകളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഓഫീസിലുള്ള എല്ലാ എംപ്ലോയീസിനൊന്നും ഈ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഇദ്ദേഹം ഇതിനെ വിചാരിക്കുന്നത്. യു വിൽ സീ ദ ഹോൾ ഒഫീഷ്യൽ വേൾഡ്. അപ്പം നിനക്ക് അവിടെ വരികയാണെങ്കിൽ നമ്മുടെ ഓഫീസിലുള്ള എല്ലാ വളരെ എന്താണ് പറയുക, ഭയങ്കര ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ടുള്ള ആളുകളെയൊക്കെ കാണാൻ കഴിയും ഓഫീസിൽ. She looked at him with an irritated eye and declared impatiently, "What do you suppose I have to wear to such a thing as that?" അപ്പോൾ ഇയാളത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവളിങ്ങനെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള, ഭയങ്കര ദേഷ്യം വന്നിങ്ങനെ കണ്ണുകളോടുകൂടി നോക്കിയിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് ഇങ്ങനെ പറയാണ്, നിങ്ങൾ എന്താ വിചാരിക്കുന്നത്, ഇങ്ങനെ വലിയൊരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഞാൻ എന്ത് ധരിച്ചിട്ടാണ് ഈ ഫംഗ്ഷന് വരേണ്ടത്? ഹി ഹാഡ് നോട്ട് തോട്ട് ഓഫ് ദാറ്റ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നും അയാൾ ചിന്തിച്ചിരുന്നില്ല. ഹി സ്റ്റാമേഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ വിക്കി പറയാം. വൈ ദ ഡ്രസ് യു വെയർ വെൻ വി ഗോ ടു ദ തിയേറ്റർ, ഇറ്റ് സീംസ് വെരി പ്രെറ്റി ടു മീ. അപ്പോൾ അയാൾ പറയാണ്, നമ്മൾ സാധാരണ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ നീ ഇടാറുള്ള ഒരു ഡ്രസ്സില്ലേ, അത് ഇട്ടുകൂടെ, അത് വളരെ നിനക്ക് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള, നീ അതിൽ വളരെ സുന്ദരിയായിരിക്കുമല്ലോ. He was silent, stupefied, in dismay at the sight of his wife weeping. അപ്പോൾ അയാൾ വളരെ സൈലൻ്റായി, വൈഫ് ഇങ്ങനെ കരയുന്നത് കണ്ടിട്ട് അയാൾ വളരെയധികം സൈലൻ്റ് ആയിരുന്നു. സ്റ്റുപ്പിഫൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അൺഎബിൾ ടു തിങ്ക്, ഒന്നും തന്നെ ചിന്തിക്കാൻ കഴിയാത്തൊരവസ്ഥയിലായി. ഇൻ ഡിസ്മേ എന്ന് വെച്ചാൽ വളരെയധികം കൺസേൺഡ് ആയിരുന്നു. വൈഫ് ഇങ്ങനെ കരയുന്നതൊക്കെ കണ്ടിട്ട് അതിനെക്കുറിച്ച് വളരെയധികം കൺസേൺഡ് ആയി. അങ്ങനെ ഒരു അവസ്ഥയിൽ അയാളിങ്ങനെ നിൽക്കുകയാണ്. ഹി സ്റ്റാമേഡ്, പിന്നെയും വിക്കി ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ മാറ്റർ, എന്താ കാര്യം? ബൈ എ വയലന്റ് എഫേർട്ട് ഷീ ഹാഡ് കൺട്രോൾഡ് ഹെർ വെക്സേഷൻ ആൻഡ് റെസ്പോണ്ടഡ് ഇൻ കാം വോയിസ്, വൈപ്പിംഗ് ഹെർ മോയ്സ്റ്റ് ചീക്സ്. അപ്പോൾ വളരെ ഒരു വയലൻ്റ് എഫേർട്ടിൽ അവൾ അവസാനം അവളുടെ വെക്സേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്രസ്ട്രേഷൻ അതിനിങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് വളരെ കാമായിട്ടുള്ള വോയിസിൽ റെസ്പോണ്ട് ചെയ്തു. അവളുടെ മോയിസ്റ്റിക്സ് എന്ന് വെച്ചാൽ നനഞ്ഞ കവിളുകൾ, കരഞ്ഞിട്ട് ഇങ്ങനെ കവിളൊക്കെ നനഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു തുടങ്ങി.
നത്തിങ്, ഓൺലി ഐ ഹാവ് നോ ഡ്രസ് ആൻഡ് കോൺസിക്വൻ്റ്ലി ഐ കനോട്ട് ഗോ ടു ദിസ് അഫെയർ. അതായത് എനിക്ക് ഈ പാർട്ടിയിൽ പങ്കെടുക്കാനുള്ള നല്ല ഡ്രസ്സൊന്നുമില്ല, അതുകൊണ്ട് തന്നെ എനിക്കിതിൽ വരാൻ കഴിയില്ല. ഗിവ് യുവർ കാർഡ് ടു സം കൊളീഗ് ഹൂസ് വൈഫ് ഈസ് ബെറ്റർ ഫിറ്റഡ് ഔട്ട് ദാൻ ഐ. അവൾ പറയാണ്, നിങ്ങളുടെ വേറെ ഏതെങ്കിലും കൊളീഗിന് കൊടുക്കൂ, ആരെങ്കിലും വൈഫിന് എന്നെക്കാളും നല്ല ഡ്രസ്സൊക്കെ ഉള്ള ആരെങ്കിലും ഈ ഇൻവിറ്റേഷൻ കൊടുക്കും. ഹി വാസ് ഗ്രീവ്ഡ് ബട്ട് ആൻസേർഡ്. അപ്പോൾ അത് കേട്ടിട്ട് അയാൾക്ക് വളരെയധികം ഗ്രീവ്ഡ് എന്ന് വെച്ചാൽ വളരെയധികം വിഷമമായി, പക്ഷേ ആൻസർ ചെയ്തു. Let us see, Matilda. How much would a suitable costume cost? Something that would serve for other occasions. Something very simple. അപ്പോൾ ഭാര്യയെ ആശ്വസിപ്പിക്കുകയാണ്, നമുക്ക് നോക്കാം മെറ്റിൽഡ, ഒരു സ്യൂട്ടബിൾ കോസ്റ്റ്യൂമിന് എത്ര വിലയാവും? സംതിങ് ദാറ്റ് വുഡ് സെർവ് ഫോർ അതർ ഒക്കേഷൻസ്. അപ്പോൾ വേറെ നമുക്കിതുപോലെ നല്ല ഒക്കേഷൻസ് ഒക്കെ വരുമ്പോഴും നമുക്ക് ഇടാൻ പറ്റുന്ന നല്ലൊരു ഡ്രസ്സ്, അതിന് എത്ര വിലയാകും? സംതിങ് വെരി സിമ്പിൾ, അത്ര ഭയങ്കര ഗോഡിയായിട്ടുള്ള ഡ്രസ്സൊന്നും വേണ്ട, കുറച്ച് സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് മതി. അപ്പോൾ അതിന് എത്ര വിലയാകും എന്ന് ചോദിച്ച് ഭാര്യയെ ആശ്വസിപ്പിക്കുകയാണ്. She reflected for some seconds, thinking of a sum that she could ask for without bringing with it an immediate refusal and a frightened exclamation from the economical clerk. അപ്പോൾ ഷീ റിഫ്ലക്റ്റഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം അവളിങ്ങനെ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അതായത് ഇവൾ ഇത്രയും വലിയൊരു എമൗണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾ പെട്ടെന്ന് തന്നെ ഒരു ഇമ്മീഡിയറ്റ് റിഫ്യൂസൽ, അതായത് ഇപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങിക്കാം എന്നുള്ള ഒരു സജഷൻ ഹസ്ബൻഡ് കൊടുക്കുന്നുണ്ട്, പക്ഷെ പെട്ടെന്ന് വലിയൊരു വിലയൊക്കെ പറയുകയാണെങ്കിൽ അയാൾ അത് പെട്ടെന്ന് തന്നെ റിഫ്യൂസ് ചെയ്യും ഇങ്ങനെ ഒരു പ്ലാൻ. ആൻഡ് ഫ്രൈറ്റൻഡ് എക്സ്ക്ലമേഷൻ ഫ്രം ദ എക്കണോമിക്കൽ ക്ലർക്ക്. എക്കണോമിക്കൽ ക്ലർക്ക് എന്ന് പറയുന്നത് അത്ര എന്താ പറയുക, വളരെ എക്കണോമിക്കലി ജീവിക്കുന്ന, വളരെ പൈസയൊക്കെ നോക്കി പിടിച്ച് ജീവിക്കുന്ന ആളാണ് ഹസ്ബൻഡ്, അതുകൊണ്ടാണ് എക്കണോമിക്കൽ ക്ലർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ വായിൽ നിന്നും ഈ ഒരു വില കേൾക്കുമ്പോൾ ഒരു ഫ്രൈറ്റൻഡ് എക്സ്ക്ലമേഷൻ, പേടിച്ചിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ടിട്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ചിന്തിച്ചിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഇതിൻ്റെ ഒരു വലിയൊരു വില പറയുകയാണെങ്കിൽ ഈ ഒരു പ്ലാൻ തന്നെ ഹസ്ബൻഡ് റിഫ്യൂസ് ചെയ്യുമെന്നും അയാൾക്കത് വളരെയധികം അത്ഭുതകരമായിരിക്കും എന്നൊക്കെ ഇവളിങ്ങനെ ചിന്തിക്കുകയാണ്. ഫൈനലി ഷീ സെഡ് ഇൻ എ ഹെസിറ്റേറ്റിംഗ് വോയിസ്. അപ്പോൾ ലാസ്റ്റ് അവളിങ്ങനെ ഒരു ഹെസിറ്റേറ്റിംഗ് വോയിസ്, സംശയത്തോടു കൂടി ഇങ്ങനെ പറയുകയാണ്. ഐ കനോട്ട് ടെൽ എക്സാക്ട്ലി ബട്ട് ഇറ്റ് സീംസ് ടു മീ ദാറ്റ് 400 francs ought to cover it. അപ്പോൾ അവൾ പറയുന്നത്, എനിക്ക് എക്സാക്ട് പ്രൈസ് അറിയില്ല, പക്ഷെ ഒരു 400 francs എന്തായാലും നമ്മൾ ഡ്രസ്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. He turned a little pale, for he had saved just this sum to buy a gun that he might be able to join some hunting parties the next summer with some friends who went to shoot larks on Sunday. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇയാൾ പെട്ടെന്നൊന്ന് വെള്ളറി. കാരണം ഇയാൾ കുറച്ച് ഏതാണ്ട് ഇത്രയും തന്നെ ഒരു എമൗണ്ട് സേവ് ചെയ്ത് വെച്ചിരുന്നു, അതൊരു ഗൺ വാങ്ങിക്കാനായിരുന്നു. എന്നിട്ട് ഇയാളുടെ ഒരു പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇയാളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നെക്സ്റ്റ് സമ്മറിൽ ഇങ്ങനെ കുറച്ച് ഹണ്ടിങ് പാർട്ടീസൊക്കെ ഉണ്ട്, ഇവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്ന ആ ഹണ്ടിങ്ങിന്, അതിന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. ഷൂട്ട് ലാർക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സം കൈൻഡ് ഓഫ് ബേർഡ്. അപ്പോൾ അതിനെ ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട് പോകാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്ന പൈസയാണ് ഇപ്പോൾ ഇങ്ങനെ ഡ്രസ്സിന് വേണ്ടി എടുക്കാൻ വിചാരിക്കുന്നത്. നെവേർത്ത്ലെസ് ഹി ആൻസേർഡ്. എന്നാലും അയാൾ എന്നിട്ടും നെവേർത്ത്ലെസ് എന്ന് വെച്ചാൽ ഇൻസ്പൈറ്റ് ഓഫ്, എന്നിട്ടും അയാൾ ആൻസർ ചെയ്തു, വെരി വെൽ, കുഴപ്പമില്ല, ഐ വിൽ ഗിവ് യു 400 francs ബട്ട് ട്രൈ ടു ഹാവ് എ പ്രിറ്റി ഡ്രസ്. ഞാൻ നിനക്കിങ്ങനെ 400 francs അത്രയും മണി തരാം, പക്ഷെ നല്ലൊരു ഡ്രസ്സ് നീ വാങ്ങണം. The day of the ball approached and Madame Loisel seemed sad, disturbed, anxious. അപ്പോൾ ഈ പാർട്ടിയുടെ ദിവസം, ബോളെന്ന് വെച്ചാൽ പാർട്ടി, ആ ദിവസം അടുക്കും തോറും ഈ മെഡാം ലോയ്സൽ വളരെയധികം ഡിസ്റ്റർബ്ഡും ആങ്ഷ്യസും സാഡൊക്കെ ആയിരുന്നു. നെവേർത്ത്ലെസ് ഹെർ ഡ്രസ് വാസ് നിയർലി റെഡി. അപ്പോൾ അവളുടെ ഡ്രസ്സ് അപ്പോഴത്തേക്കും റെഡി ആയിട്ടുണ്ടായിരുന്നു, എന്നിട്ടും അവൾ വളരെ സാഡായിരുന്നു. ഹെർ ഹസ്ബൻഡ് സെഡ് ടു ഹെർ വൺ ഈവനിങ്, വാട്ട് ഈസ് ദ മാറ്റർ വിത്ത് യു? യു ഹാവ് ആക്റ്റഡ് സ്ട്രേഞ്ച്ലി ഫോർ 2 or 3 days. അപ്പോൾ ഹസ്ബൻഡ് ഒരു ദിവസം വൈകിട്ട് അവളോട് ചോദിക്കണം, എന്താണ് നിൻ്റെ പ്രശ്നം? നീ വളരെ സ്ട്രേഞ്ച് ആയിട്ടാണല്ലോ ബിഹേവ് ചെയ്യുന്നത് ഇപ്പോൾ 2-3 ദിവസങ്ങളായിട്ട്. ആൻഡ് ഷീ റെസ്പോണ്ടഡ്, ഐ ആം വെക്സ്ഡ് നോട്ട് ടു ഹാവ് എ ജ്വൽ, നത്തിങ് ടു അഡോൺ മൈസെൽഫ് വിത്ത്. അപ്പോൾ അവൾ റെസ്പോണ്ട് ചെയ്തു, പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ വളരെയധികം വെക്സ്ഡ് ആയിരുന്നു, വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. കാരണം അവൾക്ക് ഒരു ആഭരണങ്ങളും ഉണ്ടായിരുന്നില്ല. ഡ്രസ്സ് ഇപ്പോൾ റെഡിയാണ്, പക്ഷേ ഇടാനായിട്ട് ആഭരണങ്ങളൊന്നുമില്ല. നത്തിങ് ടു അഡോൺ മൈസെൽഫ് വിത്ത്. അഡോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം അട്രാക്റ്റീവ് ആക്കുക. അപ്പോൾ അവളെ വളരെയധികം അട്രാക്റ്റീവ് ആക്കാനുള്ള അങ്ങനെ ആ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ജ്വൽസ് ഒന്നും തന്നെ അവൾക്ക് ഉണ്ടായിരുന്നില്ല. ഐ ഷാൾ ഹാവ് സച്ച് എ പോവർട്ടി സ്ട്രിക്കൺ ലുക്ക്, ഐ വുഡ് പ്രിഫർ നോട്ട് ടു ഗോ ദിസ് പാർട്ടി. അവൾ പിന്നെയും പറയാണ്, ഞാൻ ഒരു ഇങ്ങനെ പോവർട്ടി സ്ട്രിക്റ്റ് എന്ന് വെച്ചാൽ വളരെ ദരിദ്രമായിട്ടുള്ള ഒരു ലുക്കായിരിക്കും എനിക്ക്, ഇങ്ങനെ ഓർണമെൻറ്റ്സ് ഒന്നും ധരിച്ചില്ലെങ്കിൽ, അതുകൊണ്ട് തന്നെ ഞാൻ ഈ പാർട്ടിക്ക് വരാനായിട്ട് പ്രിഫർ ചെയ്യുന്നില്ല. ഹി റിപ്ലൈഡ്, യു ക്യാൻ വെയർ സം നാച്ചുറൽ ഫ്ലവേഴ്സ് ഇൻ ദ സീസൺ, ദേ ലുക്ക് വെരി ചിക്ക്.
അപ്പോൾ അയാൾ പറയാണ് നിനക്ക് കുറച്ച് നല്ല എന്താണ് പറയുക നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ വെയർ ചെയ്തൂടെ, കാരണം ഇപ്പം ഈ ഒരു സീസണിൽ നല്ല ഫ്ലവേഴ്സൊക്കെ കിട്ടുന്ന സീസൺ ആയിരിക്കും. അപ്പോൾ നീ വളരെയധികം ചിക്കൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം സ്റ്റൈലിഷ് ആയിരിക്കും. ഷി വാസ് നോട്ട് കൺവിൻസ്ഡ്. അപ്പോൾ അതൊന്നും കേട്ടിട്ടൊന്നും അവൾ കൺവിൻസ്ഡ് ആയില്ല, അവൾ അതിനോടൊന്നും യോജിച്ചില്ല. നോ, ഷി റിപ്ലൈഡ്, ദർ ഈസ് നത്തിങ് മോർ ഹ്യൂമിലിയേറ്റിംഗ് ദാൻ ടു ഹാവ് എ ഷാബി എയർ ഇൻ ദ മിഡസ്റ്റ് ഓഫ് റിച്ച് വുമൺ. അപ്പോൾ അവൾ പറയാണ് ഇത്രയും ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ട് ഇത്രയും ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യമില്ല, ഇത്രയും റിച്ച് വുമൻ്റെ ഇടയിൽ ഒരു ഷാബി എയർ ആയിട്ടെന്ന് വെച്ചാൽ വളരെ പുവർ ആയിട്ടുള്ള ഒരാളായിട്ട് അത്രയും റിച്ച് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ നിൽക്കുന്ന അത്രയും ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള ഒരു കാര്യമില്ല. അതുകൊണ്ട് ഫ്ലവേഴ്സ് ഒന്നും വെക്കാനൊന്നും അവൾ താല്പര്യപ്പെടുന്നില്ല. Then her husband cried out, "How stupid we are! Go and find your friend, Madame Forestier, and ask her to lend you her jewels." അപ്പോൾ പെട്ടെന്നാണ് ഹസ്ബൻഡ് ഇങ്ങനെ പറയുകയാണ്, നമ്മൾ എന്ത് വിഡ്ഢികളാണ്, നിനക്ക് നിൻ്റെ ഫ്രണ്ട് മാഡാം ഫോറസ്റ്റിയർ, അതായത് സ്കൂൾ മേറ്റ് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, വളരെ റിച്ച് ആയിരുന്നു എന്നൊക്കെ നമ്മൾ സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണുന്നുണ്ട്. പക്ഷേ ഫ്രീക്വൻ്റ് ആയിട്ട് മെറ്റിൽഡ അവിടെ പോയി വിസിറ്റ് ചെയ്യാറൊന്നുമില്ല. പക്ഷേ അവിടെ പോയിട്ട് അവർ വളരെ റിച്ച് ആയിട്ടുള്ള സ്ത്രീയല്ലേ, അപ്പം നല്ലൊരു ജ്വല്ലറി നിനക്ക് കടം വാങ്ങിച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. She uttered a cry of joy. "It's true," she said. "I had not thought of that." അപ്പോൾ അവൾ ഭയങ്കര സന്തോഷത്തിൽ കരഞ്ഞു. അവൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല, അത് വളരെ ശരിയാണ്, ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ല, നല്ലൊരു ഐഡിയ ആണെന്ന് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയാണ്. The next day she took herself to her friend's house and related her story of distress. അപ്പോൾ പിറ്റേ ദിവസം തന്നെ അവൾ അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് അവളുടെ ആ ഒരു സ്റ്റോറി ഓഫ് ഡിസ്ട്രെസ്, അവളുടെ വിഷമം പിടിച്ച ആ ഒരു കഥ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു. Madame Forestier went to her closet, took out a large jewel case, brought it, opened it and said, "Choose, my dear." അപ്പോൾ ഇത് കേട്ട വശം ഇവളുടെ ഫ്രണ്ട് പോയിട്ട് went to her closet എന്ന് വെച്ചാൽ കബോർഡിൻ്റെ അടുത്ത് പോയിട്ട് അതിൽ നിന്ന് ഒരു ജുവൽ കേസ്, നല്ല ആഭരണപ്പെട്ടിയൊക്കെ എടുത്തിട്ട് അത് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ട് അതിൽ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തോളാൻ പറഞ്ഞു. She saw at first some bracelets, then a collar of pearls, then a Venetian cross of gold and jewels of admirable workmanship. അപ്പോൾ ആ ഒരു ജ്വൽ ബോക്സ് തുറന്നപ്പോൾ അവൾ എന്തൊക്കെ കണ്ടു എന്നാണ് പറയുന്നത്. അതിനകത്ത് കുറച്ച് ബ്രേസ്ലെറ്റ്സ്, കൈ ചെയിനൊക്കെ ഉണ്ടായിരുന്നു, കോളർ ഓഫ് പേൾസ് എന്ന് വെച്ചാൽ പേളിൻ്റെ നല്ല നെക്ലേസ് അതൊക്കെ ഉണ്ടായിരുന്നു, തന്നെ വെനീഷ്യൻ ക്രോസ് ഓഫ് ഗോൾഡ്, വെനീഷ്യൻ എന്ന് വെച്ചാൽ വെനീസിലെ സ്റ്റൈലിലുള്ള കുറച്ച് ആഭരണങ്ങൾ, പിന്നെ അഡ്മയറബിൾ വർക്ക്മാൻഷിപ്പ്, നല്ല പണിത്തരമുള്ള വർക്ക്മാൻഷിപ്പ് എന്ന് വെച്ചാൽ നല്ല സ്കിൽഡ് ആയിട്ടുള്ള നല്ല പണിത്തരമുള്ള നല്ല ജ്വൽസൊക്കെ കാണാൻ കഴിഞ്ഞു. ഷീ ട്രൈഡ് ദ ജ്വൽസ് ബിഫോർ ദ ഗ്ലാസ്, ഹെസിറ്റേറ്റഡ് ബട്ട് കുഡ് നൈദർ ഡിസൈഡ് ടു ടേക്ക് ദം നോർ ലീവ് ദം. ദെൻ ഷീ ആസ്ക്ഡ്, "ഹാവ് യു നത്തിങ് മോർ?" അപ്പോൾ അവൾ ഈ ആഭരണങ്ങൾ ഓരോന്നോരോന്നായിട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ട്രൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവൾക്കിങ്ങനെ സംശയമായി, ഇതിലേതെങ്കിലും എടുക്കണോ അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കണോ എന്നൊക്കെയുള്ള കുറേ കണ്ടപ്പോൾ കൺഫ്യൂഷനായി. അപ്പോൾ അവൾ ചോദിച്ചു, ഇനിയും വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഫ്രണ്ടിൻ്റെ അടുത്ത്. "വൈ യെസ്, ലുക്ക് ഫോർ യുവർ സെൽഫ്, ഐ ഡു നോട്ട് നോ വാട്ട് വിൽ പ്ലീസ് യു." അപ്പോൾ ഫ്രണ്ട് പറയാണ്, ഓക്കെ ഇനിയും ഉണ്ട്, ആഭരണങ്ങൾ ഇനിയുണ്ട്, നീ നോക്കിയെടുക്കും, എനിക്കറിയില്ല നിനക്ക് ഏതാണ് ഇഷ്ടമാവുന്നത്, അതുകൊണ്ട് നീ തന്നെ സെലക്ട് ചെയ്യാൻ പറയാണ്. Suddenly she discovered in a black satin box a superb necklace of diamonds. പെട്ടെന്നാണ് അവൾ ആ ഒരു കാര്യം കണ്ടത്. ഒരു ബ്ലാക്ക് സാറ്റിൻ ബോക്സിൻ്റെ അകത്ത് നല്ലൊരു ഡയമണ്ട് നെക്ലേസ് ഇരിക്കുന്നുണ്ടായിരുന്നു. Her hands trembled as she took it out. അപ്പോൾ അതിങ്ങനെ പുറത്തെടുക്കുമ്പോൾ അവളുടെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു, കാരണം അതൊരു കോസ്റ്റ്ലി സ്റ്റഫായിട്ട് അവൾക്ക് തോന്നി. അപ്പോൾ ഭയങ്കരമായിട്ട് അവൾക്ക് ടെൻസ്ഡ് ആയി ഇതെടുക്കുമ്പോൾ. She placed it about her throat against her dress and was ecstatic. അപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ അത് അവളുടെ ത്രോട്ടിൽ, അവളുടെ കഴുത്തിൽ വെച്ച് നോക്കി, എന്നിട്ട് വളരെയധികം എക്സ്റ്റാറ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരധികം എക്സൈറ്റഡ് ആയിരുന്നു അത് കണ്ടപ്പോൾ. Then she asked in a hesitating voice full of anxiety, "Could you lend me this?" അപ്പോൾ അവളിങ്ങനെ ഒരു സംശയത്തോടെ, കാരണം ഇത്രയും കോസ്റ്റ്ലി ആയതുകൊണ്ട് ഫ്രണ്ട് അത് തരുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, അതുകൊണ്ട് ആ ആങ്സൈറ്റിയിൽ ചോദിച്ചു, "നീ ഇതെനിക്ക് കടം തരുമോ? ഓൺലി ദിസ്, ഇത് മാത്രം മതി." "Why yes, certainly." അപ്പോൾ ഫ്രണ്ട് ഓഫർ ചെയ്തു, നിനക്കത് എടുക്കാം. She fell upon the neck of her friend, embraced her with passion, and went away with her treasure. അപ്പോൾ അത് കേട്ടപ്പോൾ അവൾ അവളുടെ ഫ്രണ്ടിൻ്റെ ഇങ്ങനെ ഫെൽ അപ്പോൺ ദ നെക്ക് എന്ന് വെച്ചാൽ കഴുത്തിലോട്ട് വീണു, അതായത് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. എംബ്രേസ്ഡ് ഹെർ വിത്ത് പാഷൻ, എന്നിട്ട് അവളിങ്ങനെ വളരെ പാഷനോട് കൂടി ഹഗ് ചെയ്തു. എന്നിട്ട് ഈ ഒരു ട്രഷർ, ഈ ഒരു വില പിടിച്ച ഇങ്ങനെ നിധിയുമായിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. The day of the ball arrived. അപ്പോൾ പാർട്ടിയുടെ ദിവസം വന്നെത്തി. Madame Loisel was a great success. അപ്പോൾ ആ പാർട്ടിയിൽ അവളൊരു ഗ്രേറ്റ് സക്സസ് ആയിരുന്നു. ഷി വാസ് ദ പ്രിറ്റിയസ്റ്റ് ഓഫ് ഓൾ, എലഗൻറ്റ്, ഗ്രേഷ്യസ്, സ്മൈലിംഗ് ആൻഡ് ഫുൾ ഓഫ് ജോയ്. അപ്പോൾ അവിടെ വന്നിട്ടുള്ളവരിൽ വെച്ചിട്ട് അവളായിരുന്നു ഏറ്റവും പ്രിറ്റിയസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളിങ്ങനെ സന്തോഷം കൊണ്ട് വളരെയധികം ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ഭയങ്കര എലഗൻറ്റ്, ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ടാണ് ആ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നത്. All the men noticed her, asked her name and wanted to be present. അപ്പോൾ
അപ്പോൾ വളരെ അട്രാക്റ്റീവ് ആയതുകൊണ്ട് ആ പാർട്ടിയിൽ പങ്കെടുത്ത പുരുഷന്മാരൊക്കെ അവളോട് പേര് ചോദിക്കുകയും അവളോട് അവരെ സ്വയം പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ അവളായിരുന്നു ആ ഒരു പാർട്ടിയിലെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്നാണ് പറയുന്നത്. ഷി ഡാൻസ്ഡ് വിത്ത് എൻത്യൂസിയാസം, ഇൻടോക്സിക്കേറ്റഡ് വിത്ത് പ്ലെഷർ. അപ്പോൾ ഭയങ്കര എൻത്യൂസിയാസ്റ്റിക്, ഭയങ്കര ആവേശത്തോടു കൂടി ഡാൻസ് ചെയ്യാനും, ഇൻടോക്സിക്കേറ്റഡ് വിത്ത് പ്ലെഷർ എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം കൊണ്ട് ഇങ്ങനെ ഒരു ഉന്മാദം, ടോക്സിക്കേറ്റഡ് എന്ന് വെച്ചാൽ അങ്ങനെ ഇൻടോക്സിക്കേറ്റഡ് എന്ന് വെച്ചാൽ ഭയങ്കര ഉന്മാദമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. തിങ്കിങ് ഓഫ് നത്തിങ് ബട്ട് ഓൾ ദിസ് അഡ്മിറേഷൻ, ദിസ് വിക്ടറി സോ കംപ്ലീറ്റ് ആൻഡ് സ്വീറ്റ് ടു ഹെർ ഹാർട്ട്. അപ്പോൾ വേറെ ഒന്നും ചിന്തിച്ചിട്ടല്ല, ഈ ഒരു അഡ്മിറേഷൻ, എല്ലാവരും ഇങ്ങനെ പ്രെറ്റി ആയിട്ടുണ്ടെന്നുള്ള ഒരു അഡ്മിറേഷനൊക്കെ കൊടുത്തപ്പോൾ അതിൻ്റെ ആ ഒരു വിജയത്തിൻ്റെ ആ ഒരു ഇതിൽ അവളിങ്ങനെ ഭയങ്കര വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു. ഷീ വെൻറ്റ് ഹോം ടുവേർഡ്സ് 4 o'clock in the morning. ഇപ്പോൾ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നത് മോർണിംഗ് 4 o'clockനാണ്. ഈവനിങ് തുടങ്ങിയ പാർട്ടി എൻഡ് ചെയ്യുന്നത് പിറ്റേ ദിവസം കാലത്താണ്. ഹെർ ഹസ്ബൻഡ് ഹാഡ് ബീൻ ഹാഫ് അസ്ലീപ് ഇൻ വൺ ഓഫ് ദ ലിറ്റിൽ സാലോൺ സിൻസ് മിഡ് നൈറ്റ് വിത്ത് 3 other gentlemen whose wives were enjoying themselves very much. അപ്പോൾ ഹസ്ബൻഡ് അപ്പോഴത്തേക്കും ഒരു പകുതി ഉറക്കത്തിലൊക്കെ പോയിരുന്നു. അവിടുത്തെ തന്നെ ലിറ്റിൽ സാലോൺ എന്ന് വെച്ചാൽ അവിടെയുള്ള ഒരു ചെറിയ റൂമിൽ വേറെ 3 ആണുങ്ങളുമായിട്ട് അവരുടെ വൈഫ്സും ഇതുപോലെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അവരിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ മെറ്റിൽഡയുടെ ഹസ്ബൻഡും വേറെ 3 ആണുങ്ങളും വേറൊരു റൂമിൽ കിടന്ന് പകുതി ഉറങ്ങിയിരുന്നു. ഹി ത്രൂ അറൗണ്ട് ഹെർ ഷോൾഡേഴ്സ് ദ മോഡസ്റ്റ് റാപ്സ് ദേ ഹാഡ് ക്യാരിഡ് ഹൂസ് പോവർട്ടി ക്ലാഷ്ഡ് വിത്ത് ദ എലഗൻസ് ഓഫ് ദ ബോൾ കോസ്റ്റ്യൂം. അപ്പോൾ പോകാൻ നേരമായപ്പോൾ അവളുടെ എന്ന് വെച്ചാൽ പാർട്ടി ഗൗണാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് അവരുടെ ആ ഒരു കോട്ട്, തണുക്കുമ്പോൾ ധരിക്കുന്ന ഒരു കോട്ടില്ലേ, സ്വെറ്ററൊക്കെ പോലെ, അപ്പോൾ അതിങ്ങനെ അവളുടെ മേത്തോട്ട് ഇങ്ങനെ ഹസ്ബൻഡ് എറിഞ്ഞു. പക്ഷെ അത് അവള് ധരിച്ചിരുന്ന ആ ഒരു ഡ്രസ്സും പിന്നെ ഈ ഒരു റാപ്പും തമ്മിൽ ഭയങ്കര ക്ലാഷ് ഉണ്ടായിരുന്നു, ഭയങ്കര അന്തരം ഉണ്ടായിരുന്നു. കാരണം ഡ്രസ്സ് ഭയങ്കര കോസ്റ്റ്ലിയും പിന്നെ മറ്റേത് അവരുടെ ഒരു പഴയ കയ്യിലുണ്ടായിരുന്ന സാധനമാണ്. അപ്പോൾ അത് തമ്മിൽ അങ്ങനെ മാച്ച് ആവുന്നുണ്ടായിരുന്നില്ല. She wished to hurry away in order not to be noticed by other women who were wrapping themselves in rich furs. അപ്പോൾ അവൾക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും വേഗം പോയാൽ മതി എന്നായി. കാരണം വേറെയുള്ള സ്ത്രീകൾ ഇത് നോട്ട് ചെയ്യുന്നതിന് മുമ്പ്, കാരണം അവരൊക്കെ ഭയങ്കര റിച്ച് ഫേഴ്സ് എന്ന് വെച്ചാൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള കോട്ട്സൊക്കെയാണ് അവരിങ്ങനെ ഡ്രസ്സിൻ്റെ മുകളിലൂടെ റാപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ അത് മറ്റ് സ്ത്രീകൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും അവൾക്ക് അവിടെ നിന്ന് പോയാൽ മതി എന്നായി. ലോയ്സൽ ഡീറ്റെയിൻഡ് ഹെർ. വെയിറ്റ്, സെഡ് ഹി, ഐ ആം ഗോയിങ് ടു കോൾ എ ക്യാബ്. അപ്പോൾ ലോയ്സൽ ഡീറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ അവളെ ഇങ്ങനെ ഒരു പ്ലേസിൽ ഇങ്ങനെ സ്റ്റേ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, ഞാനൊരു ക്യാബ് അവർക്ക് പോകാനുള്ള വണ്ടി വിളിക്കട്ടെ. ബട്ട് ഷീ വുഡ് നോട്ട് ലിസൺ ആൻഡ് ഡിസെൻഡഡ് ദ സ്റ്റെപ്സ് റാപ്പിഡ്ലി. പക്ഷെ അവൾ അത് ശ്രദ്ധിക്കാതെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ സ്റ്റെപ്സ് താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി. When they were in the street, they found no carriage and they began to seek for one, hailing the coachman whom they saw at distance. അപ്പോൾ ഒരു സ്ട്രീറ്റിലോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു വണ്ടിയൊന്നും കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവരിങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി. ആ സമയത്ത് അവർക്ക് കുറച്ച് ദൂരെ മാറിയിട്ട് കാണാൻ കഴിഞ്ഞത് കോച്ച്മാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുതിര ഓടിക്കുന്ന ആളുകളെയാണ്. അപ്പോൾ അവരിങ്ങനെ ഹെയിൽ ചെയ്യാന്ന് വെച്ചാൽ അവരിങ്ങനെ കൈകാട്ടി വിളിച്ചു. They walked along toward the river, hopeless and shivering. അങ്ങനെ ഒരു അവിടെ അടുത്തുള്ള ഒരു റിവറിൻ്റെ നേരെ ഇങ്ങനെ ഭയങ്കര ഹോപ്പ്ലെസ് ആയിട്ട് ഭയങ്കര തണുത്ത് വിറച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ഫൈനലി they found one of those old carriages that one sees in Paris after nightfall. അങ്ങനെ കുറച്ച് ദൂരം അങ്ങനെ നടന്നപ്പോൾ ഒരു ഓൾഡ് കാരേജ്, ഒരു ഓൾഡ് വണ്ടി അവർക്ക് കാണാൻ കഴിഞ്ഞു. അതിങ്ങനെ പാരീസിൽ ഇങ്ങനെ ഒത്തിരി രാത്രി കഴിയുമ്പോൾ കാണുന്ന വണ്ടിയാണ്. ഇറ്റ് ടുക്ക് ദം ആസ് ഫാർ ആസ് ദെയർ ഡോർ ആൻഡ് ദേ വെൻറ്റ് വേർലി അപ് ടു ദ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ആ വണ്ടിയിൽ കയറിയിട്ട് അവരവരുടെ വീടിൻ്റെ ഡോറ് വരെ എത്തി. എന്നിട്ട് അവർ ഭയങ്കര വെയർലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടയേർഡായിട്ടാണ് അവരുടെ വീട്ടിലോട്ട് കയറിയത്. ഇറ്റ് വാസ് ഓൾ ഓവർ ഫോർ ഹെർ. അങ്ങനെ അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആൻഡ് ഓൺ ഹിസ് പാർട്ട് ഹി റിമെമ്പേർഡ് ദാറ്റ് ഹി വുഡ് ഹാവ് ടു ബി അറ്റ് ദ ഓഫീസ് ബൈ 10 o'clock. അപ്പോൾ അതിനിടയിൽ ഹസ്ബൻഡ് ഇവളെ ഓർമ്മിപ്പിച്ചു, ഇയാൾക്ക് ഓഫീസിൽ അന്ന് 10 മണിക്ക്, കാലത്ത് വെളുപ്പിന് 4 മണിയായി പാർട്ടി കഴിഞ്ഞപ്പോൾ. അപ്പോൾ 10 മണിക്ക് പക്ഷേ ഓഫീസിൽ എത്തേണ്ടതാണെന്നുള്ള കാര്യം വൈഫിനെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു. She removed the wraps from her shoulders before the glass for a final view of herself in her glory. അപ്പോൾ അവളുടെ ഷോൾഡേഴ്സിൽ നിന്ന് ഇങ്ങനെ ആ കോട്ട് എടുത്ത് മാറ്റിയിട്ട് അവൾക്ക് ഫൈനലായിട്ട് അവളുടെ ആ ഒരു വിജയത്തിൻ്റെ ആ ഒരു വ്യൂ ഒന്നുകൂടെ അവൾക്ക് കണ്ണാടിയിൽ കാണേണ്ടതുണ്ടായിരുന്നു. സഡൻലി ഷീ അട്ടേർഡ് എ ക്രൈ. ഹെർ നെക്ലേസ് വാസ് നോട്ട് അറൗണ്ട് ഹെർ നെക്ക്. അപ്പോൾ കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവൾ പെട്ടെന്ന് അലറിക്കരയാൻ തുടങ്ങി. അവളുടെ കഴുത്തിൽ ആ ഡയമണ്ട് നെക്ലേസ് ഉണ്ടായിരുന്നില്ല. ലോയ്സൽ ഓൾറെഡി ഹാഫ് അൺഡ്രസ്ഡ് ആസ്ക്ഡ് വാട്ട് ഇസ് ദ മാറ്റർ. അപ്പോൾ ലോയ്സൽ ഇങ്ങനെ ഡ്രസ്സ് മാറ്റി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ കാര്യമെന്ന് ചോദിച്ചു. ഷീ ടേൺ ടുവേർഡ്സ് ഹിം എക്സൈറ്റഡ്ലി. ഐ നോ ലോങ്ങർ ഹാവ് മഡാം ഫോറസ്റ്റിയേഴ്സ് നെക്ലേസ്. അപ്പോൾ അയാളുടെ അടുത്തോട്ട് ചെന്നിട്ട് ഇങ്ങനെ ഭയങ്കര
എക്സൈറ്റഡ് ആയിട്ട് പറയുകയാണ്, എൻ്റെ മാല കാണുന്നില്ല, എൻ്റെ കയ്യിൽ ഫസ്റ്റ് ഇയറിൻ്റെ നെക്ലേസ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിരിക്കുന്നു. ഹി അറോസ് ഇൻ ഡിസ്മേ, വാട്ട്, ഹൗ ഇസ് ദാറ്റ്, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ അയാൾ പെട്ടെന്ന് തന്നെ ആകെ കൺസേൺഡ് ആയിട്ട് ചോദിക്കുകയാണ്, എന്താ പറ്റിയത്, അങ്ങനെയൊന്നും വരാൻ വഴിയില്ല. ആൻഡ് ദേ ലുക്ഡ് ഇൻ ദ ഫോൾഡ്സ് ഓഫ് ദ ഡ്രസ്, ഇൻ ദ ഫോൾഡ്സ് ഓഫ് ദ ക്ലോക്ക്, ഇൻ ദ പോക്കറ്റ്സ്, എവ്രിവെയർ ദേ കുഡ് നോട്ട് ഫൈൻഡ് ഇറ്റ്. അപ്പോൾ അവർ ഡ്രസ്സിൽ തന്നെ എവിടെയെങ്കിലും വീണ് കിടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഡ്രസ്സിൻ്റെ ഫോൾഡ്സ് ഓഫ് ദ ക്ലോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗൗണിൻ്റെ ഇങ്ങനെ കൈ ഇങ്ങനെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തൂങ്ങി കിടക്കുന്ന ആ ഒരു പാർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ഫോൾഡ്സിലൊക്കെ ഉണ്ടോ, പിന്നെ പോക്കറ്റ്സിലുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തു. പക്ഷെ എവിടെയും കണ്ടില്ല. ഹി ആസ്റ്റ്, യു ആർ ഷുവർ യു സ്റ്റിൽ ഹാഡ് ഇറ്റ് വെൻ വി ലെഫ്റ്റ് ദ മിനിസ്റ്റേഴ്സ് ഹൗസ്. അപ്പോൾ ഇയാൾ ചോദിക്കുകയാണ്, നീ മിനിസ്റ്റേഴ്സിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അത് നിൻ്റെ കഴുത്തിലുണ്ടായിരുന്നോ, നല്ലോണം ഒന്ന് ഓർത്ത് നോക്കുമെന്ന് പറയാണ്. യെസ്, ഐ ഫെൽറ്റ് ഇറ്റ് ആസ് വി കെയിം ഔട്ട്. അപ്പോൾ മെറ്റിൽഡ പറയാണ്, അതെ, അത് എൻ്റെ കഴുത്തിലുണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ആ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ. ബട്ട് ഇഫ് യു ഹാഡ് ലോസ്റ്റ് ഇൻ ദ സ്ട്രീറ്റ് വി ഷുഡ് ഹാവ് ഹേർഡ് ഇറ്റ് ഫോൾ, ഇറ്റ് മസ്റ്റ് ബി ഇൻ ദ ക്യാബ്. അപ്പോൾ ഹസ്ബൻഡ് പറയാണ്, പക്ഷേ നീ അത് സ്ട്രീറ്റിലാണ് ലോസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്തായാലും സ്ട്രീറ്റിൽ ഇങ്ങനെ ക്യാബ് അന്വേഷിച്ച് ഇവർ നടന്നിരുന്നു. ആ സമയത്താണ് ഇത് ലോസ് ആയതെന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഇത് താഴെ വീഴുന്ന സൗണ്ട് കേട്ടേനെ. അപ്പോൾ എന്തായാലും നമ്മുടെ ക്യാബിലായിരിക്കും ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. യെസ്, ഇറ്റ് ഈസ് പോസിബിൾ, ഡിഡ് യു ടേക്ക് ദ നമ്പർ. അപ്പോൾ മെറ്റിൽഡ പറയാണ്, അതിന് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ടാക്സിയുടെ നമ്പർ നോട്ട് ചെയ്തിരുന്നു. നോ. ആൻഡ് യു, ഡിഡ് യു നോട്ടീസ് വാട്ട് ഇറ്റ് വാസ്. അപ്പോൾ ഹസ്ബൻഡ് പറയാണ്, ഞാൻ നോട്ട് ചെയ്തിരുന്നില്ല, നീ നോട്ട് ചെയ്തിരുന്നു. നോ. അപ്പോൾ ഇവളും നോട്ട് ചെയ്തിട്ടില്ല. ദി ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ അട്ടർലി കാസ്റ്റ് ഡൗൺ. അപ്പോൾ ഇവർ അന്യോന്യം നോക്കിയിട്ട് ഇങ്ങനെ ആകെ തകർന്ന് ഭയങ്കര കാസ്റ്റ് ഡൗൺ എന്ന് വെച്ചാൽ ഭയങ്കര ഡൗൺ ഹാർട്ടഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഫൈനലി ലോയ്സൽ ഡ്രസ്ഡ് ഹിംസെൽഫ് അഗെയിൻ. അപ്പോൾ പിന്നെയും ലോയ്സൽ ഡ്രസ്സ് ചെയ്ത് വന്നു. ഐ എം ഗോയിങ്, ഹി സെഡ്, ഓവർ ദ ട്രാക്ക് വോർ വി വെൻറ്റ് ഓൺ ഫുട്ട് ടു സീ ഇഫ് ഐ ക്യാൻ ഫൈൻഡ് ഇറ്റ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പോവുകയാണ്, എന്നിട്ട് ഏതൊക്കെ വഴിയിലാണോ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരുന്നത് അവിടെയൊക്കെ ഞാനിതിങ്ങനെ അന്വേഷിക്കട്ടെ എന്ന് പറയുകയാണ്. ആൻഡ് ഹി വെൻറ്റ്, ഷീ റിമെയിൻഡ് ഇൻ ഹെർ ഈവനിങ് ഗൗൺ, നോട്ട് ഹാവിങ് ദ ഫോഴ്സ് ടു ഗോ ടു ബെഡ്. അപ്പോൾ അയാളിങ്ങനെ ഇത് അന്വേഷിച്ച് പോയി. അപ്പോൾ ഇവളിപ്പോഴും ആ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാതെ ആ ഗൗണിൽ തന്നെ ഇരിക്കുകയാണ്. കാരണം ആകെ ഗ്ലൂമി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഉറങ്ങാൻ, നോട്ട് ഹാവിങ് ദ ഫോഴ്സ് ടു ഗോ ടു ബെഡിൽ പോയി കിടന്ന് ഉറങ്ങാനുള്ളൊരു മനസ്സൊന്നും അവൾക്ക് ഉണ്ടായിരുന്നില്ല. ആകെ ടെൻസ്ഡ് ആയിരുന്നു. ടുവേർഡ്സ് 7 o'clock ഹെർ ഹസ്ബൻഡ് റിട്ടേൺ, ഹി ഹാഡ് ഫൗണ്ട് നത്തിങ്. ഇപ്പോൾ 7 മണിയായപ്പോഴത്തേക്കും ഹസ്ബൻഡ് തിരിച്ചെത്തി, പക്ഷേ അയാൾക്കൊന്നും കണ്ടുകിട്ടിയിരുന്നില്ല. ഹി വെൻറ്റ് ടു ദ പോലീസ് ആൻഡ് ടു ദ ക്യാബ് ഓഫീസേഴ്സ് ആൻഡ് പുട്ട് ആൻ അഡ്വർടൈസ്മെൻറ്റ് ഇൻ ന്യൂസ് പേപ്പേഴ്സ് ഓഫറിങ് എ റിവാർഡ്. അപ്പോൾ അയാൾ പോലീസ് സ്റ്റേഷനിൽ പോയി ക്യാബ് ഓഫീസേഴ്സിൽ കംപ്ലയിൻറ്റ് കൊടുത്തു, ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു, റിവാർഡൊക്കെ ഓഫർ ചെയ്തിട്ട്. അങ്ങനെ പലതും ഈ നെക്ലേസ് തിരിച്ചു കിട്ടാനായിട്ട് അയാൾ ചെയ്തു. ഷീ വെയിറ്റഡ് ഓൾ ഡേ ഇൻ സ്റ്റേറ്റ് ഓഫ് ബിവൈൽഡർമെൻറ്റ് ബിഫോർ ദിസ് ഫ്രൈറ്റ്ഫുൾ ഡിസാസ്റ്റർ. അപ്പോൾ ആ ഒരു ദിവസം മുഴുവനും അവളിങ്ങനെ ആ ഒരു ബിവൈൽഡർമെൻറ്റ് എന്ന് വെച്ചാൽ ആ ഒരു കൺഫ്യൂഷൻ, ഇത് എവിടെയാണ് പോയിട്ടുള്ളതെന്ന് ആലോചിച്ചിട്ടുള്ള ആ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുകയായിരുന്നു. ബിഫോർ ദിസ് ഫ്രൈറ്റ്ഫുൾ ഡിസാസ്റ്റർ, അതായത് ഈ പേടിപ്പെടുത്തുന്ന ഒരു ഡിസാസ്റ്ററിന് മുന്നിൽ അവളിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. ലോയ്സൽ റിട്ടേൺഡ് ഇൻ ദ ഈവനിങ്, ഹസ് ഫേസ് പെയിൽ, ഹി ഹാഡ് ഡിസ്കവേർഡ് നത്തിങ്. ഇപ്പോൾ വൈകുന്നേരം ഹസ്ബൻഡ് തിരിച്ചു വന്നിട്ടും അയാളുടെ മുഖം ആകെ വിളറിയാണ് ഇരുന്നിരുന്നത്. അയാൾക്ക് ഈ മാല കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഹി സെഡ്, write to your friend that you have broken the clasp of the necklace and that you will have it repaired. That will give us time. അപ്പോൾ ഇയാൾ പറയാണ്, ഇനി ഫ്രണ്ടിൻ്റെ അടുത്ത് ഇവർക്ക് ഇത് തിരിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ അവർക്കൊരു ലെറ്റർ എഴുതും. ക്ലാസ്പ് ഓഫ് നെക്ലേസ് എന്ന് വെച്ചാൽ നെക്ലേസിൻ്റെ കൊളുത്ത്. അപ്പോൾ അതൊന്നിങ്ങനെ പൊട്ടിപ്പോയി, അതുകൊണ്ട് നമുക്കത് റിപ്പയർ ചെയ്യണം. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് കുറച്ച് സമയം കിട്ടും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്കിത് അന്വേഷിക്കാമെന്ന് ഇയാൾ പറയാണ്. ഷീ റോട്ട് ആസ് ഹി ഡിക്റ്റേറ്റഡ്. അപ്പോൾ ഇയാൾ പറഞ്ഞു കൊടുത്ത് അതേപോലെ ഇങ്ങനെ ലെറ്റർ എഴുതി. അറ്റ് ദ എൻഡ് ഓഫ് എ വീക്ക് ദേ ഹാഡ് ലോസ്റ്റ് ഓൾ ഹോപ്പ്. അങ്ങനെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് എല്ലാ ഹോപ്പും പോയി, ഈ സാധനം തിരിച്ചു കിട്ടുന്നില്ല. ആൻഡ് ലോയ്സൽ ഓൾഡർ ബൈ 5 years ഡിക്ലെയർഡ്, വി മസ്റ്റ് റീപ്ലേസ് ദിസ് ജ്വൽ. അപ്പോൾ അവളേക്കാളും 5 വയസ്സിന് മുന്നിലാണ് ഹസ്ബൻഡ് എന്ന് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ കുറച്ചും കൂടെ മെച്യൂർഡ് ആണെന്നുള്ളതായിരിക്കണം കാണിക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു, എന്തായാലും നമുക്കിത് തിരിച്ചു കൊടുക്കണം. In a shop of Palais Royal, they found a chaplet of diamonds which seemed to them exactly like the one they had lost. അങ്ങനെ ഒരു പലൈസ് റോയൽ എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ പോയപ്പോൾ അവിടെ ചാപ്ലെറ്റ് ഓഫ് ഡയമണ്ട്സിൻ്റെ സ്ട്രിങ്, ഡയമണ്ട്സ് ഇങ്ങനെ കോർത്ത് വെച്ചിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ശരിക്കും ഇവരുടെ കയ്യിൽ നിന്ന് ലോസ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് വാല്യൂഡ് അറ്റ് 40,000 francs. അപ്പോൾ അതിന് 40,000 francs ആണ് അതിന് വിലയുണ്ടായിരുന്നത്. ദേ കുഡ് ഗെറ്റ് ഇറ്റ് ഫോർ 36,000. അപ്പോൾ കടയിലുള്ള ആൾ അവർക്ക് വേണമെങ്കിൽ അതൊരു 36,000, 40,000 francs ആണ് എക്സാക്ട് വാല്യൂ എങ്കിലും ഒരു 36,000 അത് കൊടുക്കുക എന്നുള്ള ഒരു ഇതിൽ ഓഫർ ഉണ്ടായിരുന്നു. ലോയ്സൽ പൊസസ്ഡ് 18,000 francs which his father had left him. അപ്പോൾ ലോയ്സലിൻ്റെ കയ്യിൽ ഒരു 18,000 francs ഉണ്ടായിരുന്നു. അയാളുടെ അച്ഛൻ കൊടുത്ത ആ ഒരു പണം ഉണ്ടായിരുന്നു കയ്യിൽ. ഹി ബോറോഡ് ദ റെസ്റ്റ്. അപ്പോൾ ബാക്കി പൈസ അയാൾ കടം വാങ്ങുമായിരുന്നു.
He made ruinous promises, took money from usurers and the whole race of lenders. അപ്പോൾ അയാൾ ഇങ്ങനെ പ്രോമിസുകളൊക്കെ നടത്തി, അതായത് ഇത്രയും പൈസ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങുമ്പോൾ തിരിച്ചു കൊടുക്കാമെന്നുള്ള റൂയിനസ് പ്രോമിസസ് എന്ന് വെച്ചാൽ വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള, അയാൾക്കത് തിരിച്ചു കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള പ്രോമിസുകളൊക്കെ അയാൾ നടത്താൻ തുടങ്ങി. അതും പറഞ്ഞിട്ട് ഇങ്ങനെ യൂഷേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലിശയ്ക്ക് കടം കൊടുക്കുന്ന ആളുകൾ, അവരുടെ കയ്യിൽ നിന്നും അല്ലാതെയുള്ള ഈ പലരുടെയും കയ്യിൽ നിന്നൊക്കെ ആയിട്ട് അയാളിങ്ങനെ പൈസ കടം വാങ്ങി. Then he went to get the new necklace, depositing on the merchant's counter 36,000 francs. അങ്ങനെ അയാൾ ഈ പൈസയൊക്കെ കിട്ടിയപ്പോൾ ഈ ന്യൂ നെക്ലേസ് വാങ്ങിക്കാനായിട്ട് പോയി. എന്നിട്ട് ഈ മെർച്ചൻറ്റിൻ്റെ കൗണ്ടറിൽ, അതായത് ഈ ഡയമണ്ട് വിൽക്കുന്ന ആളുടെ അടുത്ത് ഈ 36,000 francs അയാൾ കൊടുക്കുകയാണ്. When Madame Loisel took back the jewels to Madame Forestier, the latter said to her in frigid tone, "You should have returned them to me sooner, for I might have needed them." അപ്പോൾ മെഡാം ലോയിസൽ, അതായത് നമ്മുടെ മെറ്റിൽഡ ഈ ഡയമണ്ട് നെക്ലേസ് തിരിച്ച് മെഡാം ഫോറസ്റ്റിയറിന് കൊടുത്തപ്പോൾ അവർ പിന്നീട് ഇങ്ങനെ ഒരു ഫ്രിഡ്ജിഡ് ടോണിലെന്ന് വെച്ചാൽ ഒരു തണുത്ത സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളതെനിക്ക് കുറച്ച് മുമ്പേ തിരിച്ചു തരേണ്ടതായിരുന്നു, കാരണം എനിക്കിത് ആവശ്യം വന്നേനെ. അപ്പോൾ ഇത്രയും ഇത് ലേറ്റായിട്ട് കൊടുത്തതിൽ അവർക്ക് ചെറിയൊരു നീരസം ഉണ്ടായിരുന്നു. Madame Forestier did not open the jewel box as Madame Loisel feared she would. അപ്പോൾ ഇവർ ഈ ജ്വൽ ബോക്സ് കൊടുത്തപ്പോൾ അത് ഓപ്പൺ ചെയ്തൊന്നും നോക്കിയില്ല. പക്ഷേ ഇവർ വിചാരിച്ചിരുന്ന പോലെ പേടിച്ചിരുന്നു, ഇവരിതിങ്ങനെ തുറന്നു നോക്കുമെന്നൊരു പേടി ഉണ്ടായിരുന്നു മെറ്റിൽഡയ്ക്ക്. പക്ഷെ അതുപോലെയൊന്നും സംഭവിച്ചില്ല. വാട്ട് വുഡ് ഷീ തിങ്ക് ഇഫ് ഷീ ഷുഡ് പെർസീവ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ? അപ്പോൾ അവൾ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് ഇത് റീപ്ലേസ് ചെയ്ത് വെച്ചത് പെർസീവ് ചെയ്യാന്ന് വെച്ചാൽ തിരിച്ചറിയുക. അപ്പോൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും ഈ ഫ്രണ്ട് ചിന്തിക്കുക? വാട്ട് ഷുഡ് ഷീ സേ? എന്തായിരിക്കും പറയുക? വുഡ് ഷീ ടേക്ക് ഹെർ ഫോർ എ റോബർ? അപ്പോൾ അതൊരു കള്ളിയായിട്ട് ഇങ്ങനെ ഈ ഫ്രണ്ടിനെ വിചാരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ മെറ്റിൽഡ ചിന്തിക്കുകയാണ്. മെഡാം ലോയിസൽ നൗ ന്യൂ ദ ഹൊറിബിൾ ലൈഫ് ഓഫ് നെസസിറ്റി. അപ്പോൾ ഇപ്പോൾ ഈ മെറ്റിൽഡ, അതായത് മെഡാം ലോയിസലിന് ജീവിതത്തിൻ്റെ ആവശ്യകത, ശരിയായിട്ടുള്ള ആവശ്യകത എന്താണെന്നുള്ളതൊക്കെ ശരിക്കും മനസ്സിലായി. ഷീ ഡിഡ് ഹെർ പാർട്ട് ഹൗവർ കംപ്ലീറ്റ്ലി ഹീറോയിക്കലി. അപ്പോൾ അവൾക്ക് ചെയ്യാനുള്ള, അതായത് ഇവർ ഇത്രയും പൈസ കടം വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ അത് അവർക്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ അവളുടെ പാർട്ട്, അപ്പോൾ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യണം അവളുടെ ഭാഗത്തു നിന്ന്. അപ്പോൾ അതൊക്കെ അവൾ വളരെ ഹീറോയിക്കലി, വളരെ നന്നായിട്ട് തന്നെ അവളത് ചെയ്തു. ഇറ്റ് വാസ് നെസസറി ടു പേ ദിസ് ഫ്രൈറ്റ്ഫുൾ ഡെപ്റ്റ്, ഷീ വുഡ് പേ ഇറ്റ്. അപ്പോൾ ഈ പൈസ എങ്ങനെയെങ്കിലും ഇവർക്ക് തിരിച്ചു കൊടുക്കണം. ദേ സെൻറ്റ് അവേ ദ മെയ്ഡ്, ദേ ചേഞ്ച് ദെയർ ലോഡ്ജിങ്സ്, ദേ റെൻറ്റഡ് സം റൂംസ് ഇൻ ദ അറ്റിക്. അപ്പോൾ അവരവരുടെ മെയ്ഡൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ, അതിനെയൊക്കെ പറഞ്ഞയച്ചു. എങ്ങനെയൊക്കെ മണി സേവ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ അവർ ചെയ്തു തുടങ്ങി. അപ്പോൾ അവരവരുടെ ലോഡ്ജിങ്സ്, അവർ ടെമ്പററി ആയിട്ട് റെൻറ്റിന് താമസിച്ചിരുന്ന ആ സ്ഥലമൊക്കെ അവർ ചേഞ്ച് ചെയ്തു, കുറച്ചും കൂടെ റെൻറ്റ് കുറഞ്ഞ സ്ഥലത്തോട്ടൊക്കെ മാറി എന്നാണ് ഉദ്ദേശിക്കുന്നത്. റെൻറ്റഡ് സം റൂംസ് ഇൻ എൻ അറ്റിക്. അറ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ചെറിയ പോർഷൻ. അപ്പോൾ അവിടെ ഒരു ചെറിയ റൂമൊക്കെ എടുത്തിട്ട് അവർ താമസം തുടങ്ങി. ഷീ ലേൺ ദ ഒഡിയസ് വർക്ക് ഓഫ് കിച്ചൺ. അപ്പോൾ അവളിങ്ങനെ വളരെ കിച്ചണിലേക്ക് മുമ്പ് മെയ്ഡൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒഡിയസ് വർക്ക് എന്ന് വെച്ചാൽ വളരെ അൺപ്ലസൻ്റ് ആയിട്ട് കിച്ചണിൽ അവൾ താല്പര്യപ്പെടാതിരുന്ന കാര്യങ്ങളൊക്കെ അവളിങ്ങനെ ചെയ്തു തുടങ്ങി. ഷീ വാഷ് ദ ഡിഷസ്, പാത്രങ്ങളൊക്കെ കഴുകിയിരുന്നു. She washed the soiled linen, their clothes and dish clothes which she hung on the line to dry. She took down the refuse to the street each morning and brought up the water, stopping at each landing to catch her breath. അപ്പോൾ അവൾ തുണികളൊക്കെ വാഷ് ചെയ്തു. സോയിൽ ലിനെന്ന് വെച്ചാൽ ഇങ്ങനെ ഇത്തിരി വൃത്തികേടായിട്ടുള്ള മണ്ണൊക്കെ അങ്ങനെ പൊടിയൊക്കെ പിടിച്ചിട്ടുള്ള ക്ലോത്ത്സ്, പിന്നെ അവരുടെ സാധാരണ അവരിടുന്ന ക്ലോത്ത്സ്, പിന്നെ ഡിഷ് ക്ലോത്ത്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രമൊക്കെ തുടയ്ക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ക്ലോത്ത്സ്, അതൊക്കെ അവളിങ്ങനെ വാഷ് ചെയ്തിട്ട് ഷീ ഹങ് ഓൺ ദ ലൈൻ ടു ഡ്രൈ. അപ്പോൾ അതിങ്ങനെ അഴയിലൊക്കെ ഇട്ടിട്ട് ഉണക്കുക, അങ്ങനെയുള്ള എല്ലാ പണികളും അവൾ ചെയ്തിരുന്നു. ഷീ ടുക്ക് ഡൗൺ ദ റെഫ്യൂസ് ടു ദ സ്ട്രീറ്റ്. റെഫ്യൂസ് എന്ന് വെച്ചാൽ വേസ്റ്റ്. അപ്പോൾ വേസ്റ്റ് സാധനങ്ങളൊക്കെ സ്ട്രീറ്റിൽ അങ്ങനെ ഡംപ് ചെയ്യാനൊക്കെ ആയിട്ട് അവൾ തന്നെയാണ് ക്യാരി ചെയ്തൊക്കെ കൊണ്ടുവരുന്നത് എല്ലാ മോർണിംഗിലും. ഞാൻ ബ്രോട്ട് അപ്പ് ദ വാട്ടർ, അപ്പോൾ വെള്ളമൊക്കെ പിടിച്ചു കൊണ്ടുവരാൻ തുടങ്ങി. സ്റ്റോപ്പിംഗ് അറ്റ് ഈച്ച് ലാൻഡിങ് ടു ക്യാച്ച് ഹെർ ബ്രീത്ത്. അങ്ങനെ വെള്ളമൊക്കെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഭാരിച്ച ജോലിയല്ലേ ചെയ്യുന്നത്, അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് നിർത്തിയിട്ട് അവളിങ്ങനെ ശ്വാസം എടുക്കാൻ തുടങ്ങി. And clothed like a woman of the people, she went to the grocers, the butchers and the fruiterers with her basket on her arm, shopping, haggling to the last sou of her miserable money. ഒരു സാധാരണ സ്ത്രീയെ പോലെ വേഷമൊക്കെ ഇട്ടുകൊണ്ട് അവൾ ഗ്രോസറി ഷോപ്പിൽ, ബുച്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇറച്ചിയൊക്കെ വെട്ടുന്ന സ്ഥലങ്ങളിൽ, ഫ്രൂട്ട് ഷോപ്പിൽ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കയ്യിൽ ബാസ്ക്കറ്റൊക്കെ ആയിട്ട് പോയിട്ട് ഷോപ്പ് ചെയ്തിട്ട്, ഹാഗ്ലിംഗ് എന്ന് വെച്ചാൽ ബാർഗെയിൻ ചെയ്യുക, വില കുറച്ച് കിട്ടാനായിട്ട്. ഹാഗ്ലിംഗ് ടു ദ ലാസ്റ്റ് ഓഫ് ഹർ മിസറബിൾ മണി. അപ്പോൾ അവൾ ആ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയുടെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ലാസ്റ്റ് എമൗണ്ട് വരെ, അവർ പറയുന്ന വിലയുടെ ലാസ്റ്റ് എമൗണ്ട് വരെ ബാർഗെയിൻ ചെയ്ത് നിന്നിട്ടാണ് എന്തെങ്കിലും സാധനങ്ങളൊക്കെ അവൾ ഷോപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ ആ മണിയുടെ വാല്യൂ അത്രയും അവൾ അറിഞ്ഞു തുടങ്ങി.
The husband worked evenings, putting the books of some merchants in order, and nights he often did copying at 5 sous a page. ഹസ്ബൻഡ് ക്ലർക്ക് ആയിട്ടാണ് ജോലി ചെയ്തിരുന്നത്, പക്ഷേ ഈവനിങ്സിലൊക്കെ അയാൾ എക്സ്ട്രാ വർക്ക് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ചില മെർച്ചൻസിൻ്റെയൊക്കെ ബുക്സ് കൊണ്ട് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള പണികൾ. പിന്നെ നൈറ്റ്സ് ഹി ഓഫൺ ഡിഡ് കോപ്പിങ് അറ്റ് 5 sous എ പേജ്. പേജസ് ഒക്കെ ബുക്സിൻ്റെയൊക്കെ ഏതെങ്കിലും പേജിൻ്റെയൊക്കെ കോപ്പി എഴുത്തുണ്ടാക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾ ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദിസ് ലൈഫ് ലാസ്റ്റഡ് ഫോർ 10 years. ഇങ്ങനെയുള്ള അവരുടെ ആ ലൈഫ് 10 yearsോളം നീണ്ടു നിന്നു. അറ്റ് ദ എൻഡ് ഓഫ് 10 years ദേ ഹാഡ് റീസ്റ്റോർഡ് ഓൾ. അപ്പോൾ 10 വർഷമൊക്കെ ആയപ്പോഴത്തേക്കും ഇവരിങ്ങനെ റീസ്റ്റോറായി, ഈ പൈസയൊക്കെ തിരിച്ചു പിടിച്ചു. മെഡം ലോയ്സൽ സീംഡ് ഓൾ നൗ. ഇപ്പോൾ മെറ്റിൽഡ ഇപ്പോൾ ഇങ്ങനെ വളരെ ഓൾഡ്, ഭയങ്കര പ്രെറ്റി ആയിട്ടുള്ള ലേഡിയായിരുന്നു. ഇപ്പോൾ അവരൊരു ഓൾഡ് ലുക്കിംഗ് ആയി. ഷീ ഹാഡ് ബിക്കം എ സ്ട്രോങ് ഹാർഡ് വുമൺ, ദ ക്രൂഡ് വുമൺ ഓഫ് ദ പുവർ ഹൗസ് ഹോൾഡ്. അപ്പോൾ ഇപ്പോൾ ഒരു കുറച്ചും കൂടെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള, ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ക്രൂഡ് വുമണായി. ക്രൂഡ് എന്ന് വെച്ചാൽ ഭയങ്കര നാച്ചുറലായി. മറ്റേത് അവർ ഭയങ്കര ആർട്ടിഫിഷ്യൽ, അവർക്ക് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കാണിക്കാനാണ് ശ്രമിച്ചത്. ഇപ്പോൾ അവൾ വളരെയധികം ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ട് മാറി. Her hair badly dressed, her skirts awry, her hands red. She spoke in a loud tone and washed the floors with large pails of water. അപ്പോൾ അവളുടെ ആ എന്താണ് ഹെയറൊക്കെ ഇങ്ങനെ ഭംഗിയിലൊന്നും കെട്ടിവെക്കാതെ അങ്ങനെയൊക്കെയാണ് ഇരുന്നത്. സ്കേർട്ട്സൊക്കെ ഇങ്ങനെ എന്താണ് ഡയറക്ഷൻ മാറിയൊക്കെയാണ്, അതായത് ശരിക്കും ഒന്നും നീറ്റായിട്ടൊന്നും ഡ്രസ്സ് ചെയ്യാതെയാണ് നടന്നിരുന്നത്. ഹെർ ഹാൻഡ്സൊക്കെ ഇങ്ങനെ റെഡായി. പിന്നെ ലൗഡ് ടോണിലൊക്കെയാണ്, അതായത് ഇങ്ങനെ മാർക്കറ്റിലും ഒക്കെ പോയി ബാർഗെയിൻ ചെയ്തും ഒക്കെ അവിടെ ഒരു സംസാരത്തിൻ്റെ ട്യൂണൊക്കെ കുറച്ച് മാറി. ആൻഡ് വാഷ് ദ ഫ്ലോർസ് വിത്ത് ലാർജ് പെയിൽസ് ഓഫ് വാട്ടർ. അപ്പോൾ ഇങ്ങനെ തറയൊക്കെ ഭയങ്കര വെള്ളമൊക്കെ നിറയെ കോരി ഒഴിച്ച് വാഷ് ചെയ്ത് അങ്ങനെ ഒരു ലോക്കൽ ഒരു സ്ത്രീ ആയിട്ട് അവർ മാറി. ഒത്തിരി ആഡംബരത്തോടെ ജീവിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു. അപ്പോൾ ആ വന്ന വ്യത്യാസമാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ബട്ട് സംടൈംസ് വെൻ ഹെർ ഹസ്ബൻഡ് വാസ് അറ്റ് ഓഫീസ് ഷീ വുഡ് സീറ്റ് ഹെർസെൽഫ് ബിഫോർ ദ വിൻഡോ ആൻഡ് തിങ്ക് ഓഫ് ദാറ്റ് ഈവനിങ് പാർട്ടി ഓഫ് ഫോമർ ടൈംസ്, ഓഫ് ദാറ്റ് ബോൾ വേർ ഷീ വാസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് സോ ഫ്ലാറ്റഡ്. ചില സമയങ്ങളിൽ അവളുടെ ഹസ്ബൻഡ് ഓഫീസിലായിരിക്കുന്ന സമയത്ത് അവൾ ആ വിൻഡോയുടെ അടുത്തൊക്കെ വന്നിരുന്നിട്ട് ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കും. ആ മുമ്പത്തെ പാർട്ടി, അന്ന് അവൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നതും എല്ലാവരും അവളെ പുകഴ്ത്തിയതും ആ പഴയ കാര്യങ്ങളൊക്കെ അവൾ ഇപ്പോഴും ഓർക്കാറുണ്ട്. ഹൗ വുഡ് ഇറ്റ് ഹാവ് ബീൻ ഇഫ് ഷീ ഹാഡ് നോട്ട് ലോസ്റ്റ് ദ നെക്ലേസ്? ഹൂ നോസ്? അപ്പോൾ അവൾക്ക് ആ നെക്ലേസ് ലോസ് ചെയ്തിരുന്നെങ്കിൽ എങ്ങനെയാകുമായിരുന്നു കാര്യങ്ങൾ, ആർക്കറിയാം. ഹൗ സിംഗുലാർ ഇസ് ലൈഫ് ആൻഡ് ഹൗ ഫുൾ ഓഫ് ചേഞ്ചസ്. അപ്പോൾ എന്ത് യുണീക്കാണ് ലൈഫ്, എന്തൊക്കെല്ലാം ചേഞ്ചസ് ആണ് നടക്കുന്നത്. ഹൗ സ്മോൾ എ തിങ് വിൽ റൂയിൻ ഓർ സേവ് വൺ. അപ്പോൾ ഒരു ചെറിയ കാര്യം മതി നശിപ്പിക്കാനും ഒരാളെ രക്ഷിക്കാനും. അങ്ങനെയൊക്കെ അവളിങ്ങനെ ആലോചിക്കുന്ന കാര്യങ്ങളാണ്. One Sunday, as she was taking a walk in the Champs-Elysees to rid herself of the cares of the week, she suddenly perceived a woman walking with a child. അപ്പോൾ അങ്ങനെ ഒരു സൺഡേ അവളിങ്ങനെ വെറുതെ ഇങ്ങനെ Champs-Elysees എന്ന് വെച്ചാൽ എന്തെങ്കിലും സ്ട്രീറ്റോ പാർക്കോ എന്തെങ്കിലും ആയിരിക്കണം, അവിടെ ഇങ്ങനെ അവൾ നടക്കുമായിരുന്നു. അപ്പോൾ അവിടെ അവളുടെ ചിന്തകളെയൊക്കെ ടു റിഡ് ഹെർസെൽഫ് ഓഫ് ദ കെയർസ്, അവളിങ്ങനെ ഒന്നും അധികം ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ ഭയങ്കര ഇത്തിരി ഫ്രീ ആയിട്ട് അങ്ങനെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് അവളങ്ങനെ ഒരു പെട്ടെന്നൊരു സ്ത്രീയെ പരിചയമുള്ള പോലെ ഇങ്ങനെ തിരിച്ചറിഞ്ഞു. പെർസീവ് ചെയ്യാന്ന് വെച്ചാൽ തിരിച്ചറിയാം. കൂടെ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് മെഡം ഫോറസ്റ്റിയർ, സ്റ്റിൽ യങ്, സ്റ്റിൽ പ്രിറ്റി, സ്റ്റിൽ അട്രാക്റ്റീവ്. അപ്പോൾ അത് അവളുടെ പഴയ ആ ഫ്രണ്ട് മെഡം ഫോറസ്റ്റിയർ ആയിരുന്നു. അവരിപ്പോഴും വളരെയധികം യങ്ങും പ്രിറ്റി ആയിട്ടൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. മെഡം ലോയ്സൽ വാസ് എഫക്റ്റഡ്. പെട്ടെന്ന് അവൾക്ക് ഇങ്ങനെ ഒരു മനസ്സിലത് തട്ടി. ഷുഡ് ഷീ സ്പീക്ക് ടു ഹെർ? ഇപ്പോൾ സംസാരിക്കണമെന്ന് വിചാരിക്കുകയാണ്. യെസ്, സർട്ടൺലി, തീർച്ചയായിട്ടും വേണം. ആൻഡ് നൗ ദാറ്റ് ഷീ ഹാഡ് പെയ്ഡ് ഷീ വുഡ് ടെൽ ഹെർ ഓൾ, വൈ നോട്ട്? ഇപ്പോൾ അവൾ വിചാരിക്കുകയാണ്, ഇപ്പോൾ അവളെല്ലാം മണിയും എല്ലാം അവൾക്ക് എല്ലാം പേ ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോൾ അവളോട് കാര്യം പറയണം, എന്തുകൊണ്ട് പറഞ്ഞുകൂടാന്നിങ്ങനെ ആലോചിക്കുകയാണ്. ഷീ അപ്രോച്ച്ഡ് ഹെർ. ഗുഡ് മോർണിംഗ് ജീനെ. അപ്പോൾ അവളുടെ അടുത്ത് ചെന്നിട്ട് ജീന എന്നുള്ളത് അവളുടെ ശരിക്കുള്ള പേരാണ്, അപ്പോൾ ഫസ്റ്റ് നെയിമാണ്, അത് വിളിക്കുകയാണ്. ഹെർ ഫ്രണ്ട് ഡിഡ് നോട്ട് റെക്കഗ്നൈസ് ഹെർ ആൻഡ് വാസ് എസ്റ്റോണിഷ്ഡ് ടു ബി സോ ഫെമിലിയർലി അഡ്രസ്ഡ് ബൈ ദിസ് കോമൺ പേഴ്സണേജ്. അപ്പോൾ ഇവരുടെ ഫ്രണ്ടിന് മെറ്റിൽഡയെ പെട്ടെന്ന് മനസ്സിലായില്ല. അതായത് മെഡം ഫോറസ്റ്റിയറിന് പെട്ടെന്ന് അങ്ങനെ തിരിച്ചറിയാനൊന്നും കഴിഞ്ഞില്ല. പക്ഷെ വളരെ ഇങ്ങനെ ഫസ്റ്റ് നെയിം ഒക്കെ എടുത്ത് വിളിക്കുമ്പോൾ വളരെ പരിചയമുള്ള ആളായിരിക്കണ്ടേ വിളിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കുകയാണ്. ഷി സ്റ്റാമേർഡ്, ബട്ട് മാഡം ഐ ഡു നോട്ട് നോ യു, മസ്റ്റ് ബി മിസ്റ്റേക്കൺ. അപ്പോൾ ഇവർ പറയാണ്, മാഡം നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാവും എന്നിങ്ങനെ വിക്കി പറയാണ്. നോ, ഐ ആം മെറ്റിൽഡ ലോയ്സൽ. ഇപ്പോൾ ഇവർ സ്വയം പരിചയപ്പെടുത്തി, ഞാൻ ഇന്ന ആളാണ്. ഹർ ഫ്രണ്ട് അട്ടേർഡ് എ ക്രൈ ഓഫ് അസ്റ്റോണിഷ്മെൻറ്റ്. ഓ മൈ പുവർ മെറ്റിൽഡ, ഹൗ യു ഹാവ് ചേഞ്ച്ഡ്. ഇത് കേട്ടതും അവരുടെ ഫ്രണ്ട് ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തോടെ ഇങ്ങനെ ചോദിച്ചു, ഓ നിനക്ക് എന്താ പറ്റി, നീ എങ്ങനെയാണ് ഇത്രമാത്രം ചേഞ്ച് ആയത്?
Yes, I have had some hard days since I saw you and some miserable ones and all because of you. അപ്പോൾ മെറ്റിൽഡ പറയണം, അതെ ഞാൻ നിന്നെ അന്ന് കണ്ടുമുട്ടിയതിന് ശേഷം ഞാനിങ്ങനെ ഒരുപാട് മിസറബിൾ ആയിട്ടുള്ള ലൈഫിൽ കൂടിയാണ് കടന്നുപോയത്, എല്ലാം നീ കാരണമാണ്. ബിക്കോസ് ഓഫ് മീ, ഹൗ വാസ് ദാറ്റ്? ഇപ്പോൾ ഫ്രണ്ട് തിരിച്ചു ചോദിക്കണം, ഞാൻ കാരണമോ, എന്താ കാര്യം, എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുകയാണ്. യു റീകോൾ ദ ഡയമണ്ട് നെക്ലേസ് ദാറ്റ് യു ലോൺ മീ ടു വെയർ ദ മിനിസ്റ്റേഴ്സ് ബോൾ. അപ്പോൾ ചോദിക്കുകയാണ്, നിനക്ക് ഓർമ്മയുണ്ടോ ഒരു ഡയമണ്ട് നെക്ലേസ് ഞാനിങ്ങനെ നിൻ്റെ അടുത്തുനിന്ന് കടം വാങ്ങിയത് ഇങ്ങനെ മിനിസ്റ്ററുടെ പാർട്ടിക്ക് പോകാനായിട്ട്? യെസ്, വെരി വെൽ. അവർ പറയാണ്, അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. വെൽ, ഐ ലോസ്റ്റ് ഇറ്റ്, ഞാനത് നഷ്ടപ്പെടുത്തി എന്ന് മെറ്റിൽഡ ആ സ്റ്റോറി ഇങ്ങനെ പറയാണ്. ഹൗ ഇസ് ദാറ്റ് സിൻസ് യു റിട്ടേൺ ഇറ്റ് ടു മീ? അപ്പോൾ എങ്ങനെയാണത്, നീ എനിക്കത് തിരിച്ചു തന്നിരുന്നല്ലോ എന്ന് ഫ്രണ്ട് തിരിച്ചു ചോദിക്കുകയാണ്. ഐ റിട്ടേൺ അനദർ ടു യു എക്സാക്ട്ലി ലൈക്ക് ഇറ്റ്. അപ്പോൾ ഉള്ള സത്യം പറയാണ്, ഞാൻ നിനക്ക് തന്നത് അതുപോലെയുള്ള വേറൊരു നെക്ലേസ് ആണ്, എക്സാക്ട്ലി അതായിരുന്നില്ല. ആൻഡ് ഇറ്റ് ഹാസ് ടേക്കൺ us 10 years ടു പേ ഫോർ ഇറ്റ്. അപ്പോൾ പറയാണ്, ഞങ്ങൾ അതിന് പേ ചെയ്യാനായിട്ട് 10 വർഷത്തോളം എടുത്തു. യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് ഈസി ഫോർ us ഹു ഹാവ് നത്തിങ്. നിനക്കത് മനസ്സിലാവുമല്ലോ, അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമായിരുന്നില്ല. ഒന്നുമില്ലാത്തവർക്ക്, പൈസയൊന്നും അധികം ഇല്ലാത്ത ഒരാൾക്ക് അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ബട്ട് ഇറ്റ് ഹസ് ഫിനിഷ്ഡ് ആൻഡ് ഐ എം ഡീസെൻ്റ്ലി കണ്ടൻറ്റ്. അപ്പോൾ മെറ്റിൽഡ പറയാണ്, ഇപ്പോൾ ആ കടങ്ങളൊക്കെ തീർന്നു, ഞാനിപ്പോൾ നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് ലൈഫ് ലീഡ് ചെയ്യുന്നത്. Madam Forestier stopped short. She said, "You see that you bought a diamond necklace to replace mine." അപ്പം മാഡം ഫോറസ്റ്റിയർ ചുരുക്കി പറഞ്ഞു നിർത്തി. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അന്വേഷിക്കാനോ ചോദിക്കാനോ ഒന്നും പോവാതെ വളരെ ചുരുക്കി അവൾ ചോദിക്കുകയാണ്, അപ്പോൾ നീ എനിക്കൊരു പകരം ഒരു ഡയമണ്ട് നെക്ലേസ് വാങ്ങി തന്നു എന്നാണോ പറയുന്നത്? യെസ്, യു ഡിഡ് നോട്ട് പെർസീവ് വിത്ത് ദൻ, ദേ വർ ജസ്റ്റ് അലൈക്ക്. അപ്പോൾ മെറ്റിൽഡ മറുപടി പറഞ്ഞു, ആ സമയത്ത് നീ അത് തിരിച്ചറിഞ്ഞില്ല, അത് ശരിക്കും ഒരുപോലെ ഇരിക്കുന്നതായിരുന്നു. ആൻഡ് ഷീ സ്മൈൽഡ് വിത്ത് പ്രൗഡ് ആൻഡ് സിമ്പിൾ ജോയ്. എന്നിട്ട് അവൾ അഭിമാനത്തോടെ ഇങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ്, കാരണം ഇത്രയും എമൗണ്ടിൻ്റെ ഒരു ഇത് മാല അവർ തിരിച്ചു കൊടുത്തല്ലോ. Madam Forestier was touched and took both her hands as she replied, "Oh, my poor Matilda, mine were false. They were not worth over 500 francs." അപ്പോൾ ഇത് കേട്ടിട്ട് മാഡം ഫോറസ്റ്റിയർ അവൾക്ക് വളരെയധികം ഫീൽ ചെയ്തു. എന്നിട്ട് അവൾ മെറ്റിൽഡയുടെ 2 കൈയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്, പാവം മെറ്റിൽഡ, നീ തിരിച്ചറിഞ്ഞില്ലല്ലോ, മൈൻ വർ ഫോൾസ്, എൻ്റെ വെറും ഇങ്ങനെ എന്താ പറയുക, അതൊരു ശരിയായിട്ടുള്ള ഓർണമെൻ്റ് ആയിരുന്നില്ല, അതൊരു ഇമിറ്റേഷൻ ജ്വല്ലറി ആയിരുന്നു. ദേ വർ നോട്ട് വർത്ത് ഓവർ 500 francs. അപ്പോൾ അതൊരു 500 francsനേക്കാളും മുകളിൽ വിലയുള്ള ഒരു ഓർണമെൻ്റ് ഒന്നും ആയിരുന്നില്ല. അപ്പോൾ മെറ്റിൽഡ അത് തെറ്റിദ്ധരിച്ചാണ്, അത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഡയമണ്ട് നെക്ലേസ് ആണെന്ന് അവൾ തെറ്റിദ്ധരിച്ചാണ്. പക്ഷേ ഇതൊരു ഇമിറ്റേഷൻ ജ്വല്ലറി ആയിരുന്നു യഥാർത്ഥത്തിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവർ 36,000 francsോളം മണി കൊടുത്തിട്ടാണ് പിന്നെ ഈ ഡയമണ്ട് നെക്ലേസ് റീപ്ലേസ് ചെയ്ത് വാങ്ങിയത്. പക്ഷെ അത് വെറും 500 francs പോലും വിലയില്ലാത്ത ഒരു ഓർണമെൻ്റ് ആയിരുന്നു എന്നുള്ള സത്യം ഇത്രയും 10 വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ മെറ്റിൽഡയുടെ ആ ഒരു ഗ്രീഡി നേച്ചർ കൊണ്ട് അവൾ ആ കുറച്ച് പൊങ്ങച്ചം കാണിക്കാനായിട്ട് ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു മാല വാങ്ങിയതുകൊണ്ട് അവളുടെ ലൈഫിലുണ്ടായിട്ടുള്ള ചേഞ്ചസ്, പക്ഷേ അതിനുശേഷം അവൾ ജീവിതം എന്താണെന്ന് ശരിക്കും തിരിച്ചറിയുകയും അവൾ റിയൽ വുമണായിട്ട്, ഒരു ഹാർഡ് വുമണായിട്ട് മാറുകയും ചെയ്തു. പക്ഷേ അവർക്ക് ആ 10 ഇയേഴ്സോളം ഒത്തിരി ഈ ഒരു നെക്ലേസിന് വേണ്ടിയിട്ട് സഫർ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതാണ് ദ നെക്ലേസ് എന്ന് പറയുന്ന ലെസണിൻ്റെ സ്റ്റോറി. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. Please like and share, and don't forget to subscribe the channel to get notification for new videos.